ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ ഒരു ഗ്ലിറ്റർ ഫോം ഷീറ്റ് വെച്ചിട്ടുള്ള ഒരു ബട്ടർഫ്ലൈ ടിക് ടാക് ഹെയർ ക്ലിപ്പ് എങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് കേട്ടോ കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ ഒരു 7.5 സെൻറ്റിമീറ്റർ റൗണ്ടിലാണ് ഈ ഒരു റൗണ്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അതിൽ നമുക്ക് 1.3 ഒന്ന് അടയാളപ്പെടുത്തിയതിന് ശേഷം ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കാം. മടക്കിയിട്ട് ആ ഒരു ഭാഗം നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഒരു ഭാഗം ചെറുതും ഒരു ഭാഗം വലുതുമായിട്ട് കിട്ടത്തക്ക രീതിയിലാണ് നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഈ ഒരു രണ്ടറ്റവും കൂടെ ചേർത്ത് വെച്ചതിന് ശേഷം നമുക്ക് ഈ കൂർത്തിരിക്കുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞ് ഒരു ഷേപ്പാക്കി എടുക്കാം. ജസ്റ്റ് ആ അറ്റം മാത്രം ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ. ഇനി നമുക്കിതിനെ നടുവേ ഒന്ന് മടക്കി കൊടുത്തതിന് ശേഷം ഈ രണ്ടറ്റവും അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുക. ഇനി നമുക്ക് ഒരു സൂചിയും നൂലും ഇട്ടിട്ട് നല്ല ടൈറ്റായിട്ട് ഒന്ന് തുന്നി വെക്കാം കേട്ടോ. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് ഒട്ടിച്ച് വെച്ചാലൊന്നും ഇരിക്കില്ല, പെട്ടെന്ന് നൂർന്ന് വരും. അപ്പോൾ നമുക്ക് ഇതൊന്നെ ഒന്ന് ടൈറ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് തുന്നി എടുക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ നിങ്ങൾക്ക് നല്ല ഒട്ടുന്ന ഗ്ലൂ ഗണ്ണൊക്കെ ഉണ്ടെങ്കിൽ ആ രീതിക്ക് ഒട്ടിച്ചാലും മതി കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഗ്ലൂ ഗണ്ണില്ല. ഈ ഒരു ഗ്ലൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഒട്ടിയിരിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ ടൈറ്റായിട്ടൊന്ന് തുന്നി വെച്ചെന്നേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് അടുത്ത പീസും ഇതേപോലെ നമുക്ക് ചെയ്തെടുക്കാം. അതിൽ അറ്റമൊന്നും ഷേപ്പ് ചെയ്യണ്ട, ഇതേപോലെ നടുവേ മടക്കി കൊടുക്കുക. എന്നിട്ട് രണ്ടറ്റവും പുറത്തേക്ക് മടക്കി കൊടുക്കുക. ഇതിൻ്റെ ഒന്ന് മുകളിലോട്ടും കൂടെ മടക്കി കൊടുക്കണം കേട്ടോ. ഇത് ഇച്ചിരി വീതി കൂടിയതാണ്. അപ്പോൾ ഇതേപോലെ ഒന്ന് മടക്കി നല്ല ടൈറ്റ് ചെയ്ത് പിടിച്ചതിന് ശേഷം നമുക്ക് ആദ്യമേ ചെയ്തതുപോലെ തന്നെ ഒന്ന് തുന്നി വയ്ക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ മറ്റു വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതേപോലെ എടുത്തിട്ടുണ്ട് ഞാൻ. രണ്ടും കൂടെ ചേർത്ത് തുന്നിയതിന് ശേഷം നമുക്കൊരു കെട്ടിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബട്ടർഫ്ലൈ ഒരു പകുതി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു കൊമ്പ് പോലെ വരുന്നൊരു ഭാഗം ഉണ്ടല്ലോ, അതിലേക്ക് വേണ്ടിയിട്ട് 2 ക്രിസ്റ്റൽ ബീഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എടുക്കുന്ന ഫോം ഷീറ്റിൻ്റെ അതേ കളറിൽ എടുത്താൽ കുറച്ചും കൂടെ ഭംഗിയായിരിക്കും. അപ്പോൾ ഞാനൊരു ഗിയർ വയറിലാണ് ഇത് കോർത്തെടുക്കണേ കേട്ടോ. ഇപ്പോൾ ഒരു ചെറിയ ലെങ്തിൽ ഗിയർ വയർ എടുത്തതിന് ശേഷം ഇതേപോലെ ബീഡ്സ് കോർത്ത് ഒരറ്റത്ത് കോർക്കുക. അതിന് ശേഷം ഈ ഒരു ലെങ്തിൽ നമുക്ക് ചുറ്റാം. അപ്പുറത്തെ സൈഡിലും അതേപോലെയാണ് കോർത്തെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ രണ്ടിൻ്റെ ലെങ്ത് ഒരുപോലെ ആയിരിക്കണം. ഇതേപോലെ ഒരുമിച്ച് അളവ് നോക്കിയതിന് ശേഷം മടക്കി ഇതേപോലെ ചുറ്റിയെടുക്കുക കേട്ടോ. ഇങ്ങനെയാണ് കിട്ടണത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഫ്രണ്ടിൽ ഇതേപോലെ വെച്ചൊട്ടിക്കാം. അല്ലെങ്കിൽ ഞാൻ വെക്കുന്നത് ഇത് രണ്ടും കൂടെ ഒന്ന് അകത്തിയതിന് ശേഷം ഇങ്ങനെ എൻ്റെ ഇടയിൽ ഇങ്ങനെ ഇറക്കി വെക്കുക കേട്ടോ ചെയ്യണത്. അപ്പോൾ കുറച്ച് ടൈറ്റായിട്ട് ഇരിക്കുകയും ചെയ്യും, നന്നായിട്ട് ഇരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു രീതിക്കാണ് വെക്കുന്നത്. അതിന് ശേഷം നമുക്ക് ഫോം ഷീറ്റിൻ്റെ ഒരു ചെറിയ കഷ്ണം കട്ട് ചെയ്തെടുത്ത് ഇതിൻ്റെ ഇടയിൽ കൂടെ ഒന്ന് കയറ്റി നമ്മൾ തുന്നിയ ഭാഗമൊന്നും കാണാത്ത രീതിയിൽ നമുക്കൊരു ചെറിയ പീസ് ഇതേപോലെ വെട്ടിയെടുത്തിട്ട് നമുക്കിവിടെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. എന്നാൽ മാത്രമാണ് നമ്മുടെ ബട്ടർഫ്ലൈ ഒന്ന് കംപ്ലീറ്റ് ആവുള്ളൂ. പുറമേ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. ബാക്കിൽ നമുക്ക് രണ്ടറ്റവും കൂടെ ചേർത്ത് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഉണ്ടാക്കുന്ന ഹെയർ ക്ലിപ്പും ഇതൊക്കെ സംഭവങ്ങളൊക്കെ നമുക്ക് പൊടി കൂടാതെ നല്ല ഭംഗി പോകാതെയൊക്കെ സൂക്ഷിക്കാനായിട്ട് ഞാൻ ചെയ്യുന്നത് ഓരോന്നും ഓരോ കവറിലാക്കി ഒന്നും കെട്ടുകൂടാണ്ട്, ഹെയർ ബ്രൂച്ചൊക്കെ പെട്ടെന്ന് കെട്ടുകൂടും. അപ്പോൾ കെട്ടൊന്നും കൂടാണ്ട് ഞാൻ ഓരോന്നും ഓരോ കവറിലാക്കിയാണ് കേട്ടോ സൂക്ഷിക്കണത്. അപ്പം നമ്മുടെ ബട്ടർഫ്ലൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു ടിക് ടാക് ക്ലിപ്പിലോട്ട് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. അലിഗേറ്റർ ക്ലിപ്പ് ഉപയോഗിക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് ഞാൻ ഈ ഒരു ക്ലിപ്പിൽ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ നല്ലോണം തേച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ഒട്ടിച്ച് കൊടുക്കാം. കുറച്ച് നേരം ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചാലാണ് കേട്ടോ ഇത് ഒട്ടത്തുള്ളൂ. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇതേപോലെ ഉണ്ടാക്കിയിട്ടില്ലാത്തവരൊക്കെ ഇന്ന് ഉണ്ടാക്കി നോക്കുക. വീഡിയോസൊക്കെ കണ്ടു നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതേപോലത്തെ ഹെയർ ബാൻഡും ഹെയർ ബ്രൂച്ച് ഹെയർ ക്ലിപ്പൊക്കെ ഉണ്ടാക്കുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ നമ്മുടെ ടിക് ടാക് ക്ലിപ്പ് ഇതാണ്. അപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.